മരട് ഭദ്രാപുരം പിഴങ്ങത്തറ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ 6 ദിവസം നീണ്ടുനിന്ന അഷ്ടബന്ധ കലശം നടത്തി. ശ്രീ സുജിൻ തന്ത്രികൾ, ക്ഷേത്ര മേൽശാന്തി ഭദ്രാപുരം ജയരാജ് ശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. കാലപ്പഴക്കത്തിൽ ക്ഷേത്രത്തിൽ സംഭവിക്കുന്ന അശുദ്ധികൾ അകറ്റി ക്ഷേത്രത്തിൻ്റെ ചൈതന്യം പുഷ്ടിക്കായി നടത്തുന്ന ക്രിയകളാണ് കലശം. 12 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം താന്ത്രിക ക്രിയ നടത്തുന്നത് ദേശത്തിൻ്റെയും ദേശവാസികളുടെയും ഐശ്വര്യത്തിന് ക്ഷേത്ര ചൈതന്യ വർധനവുമാണ് നടത്തുന്നത്. മാർച്ച് 31 മുതൽ ഏപ്രിൽ 5 വരെ നടത്തിയ ചടങ്ങുകൾക്ക് ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഹരിദാസ്, സെക്രട്ടറി മിനി രമേശൻ, ഗജാഞ്ചി റെജി മോരുതറ, അഷ്ടബന്ധ കലശം കമ്മിറ്റി ചെയർമാനും മരട് നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് രശ്മി സനൽ, ജനറൽ കൺവീനർ നൈജു ടി വിശ്വൻ, ക്ഷേത്രം രക്ഷാധികാരി മണ്ടാത്ര ഭാസ്കരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാവർക്കും നമസ്കാരം. മരട് ഭദ്രാപുരം പിഴങ്ങത്തറ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശമാണ് നമ്മളിവിടെ നടത്തി പൂർത്തീകരിച്ചിരിക്കുന്നത്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ കർമ്മങ്ങൾ നമ്മളുടെ നാട്ടുകാരുടെയും അതിലുപരി നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും താന്ത്രിക ശ്രേഷ്ഠന്മാരും മറ്റു വൈദികരും ഉൾപ്പെടെ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് നമ്മൾക്കിവിടെ ആ ഭഗവതിയുടെ അനുഗ്രഹത്താൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രത്യേകം നന്ദി പറയേണ്ട ഒത്തിരി ആൾക്കാരുണ്ട്. ഇനി തന്നെയും നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിമാരും അതുപോലെ തന്നെ ഇതിൻ്റെ കൺവീനർ സ്ഥാനം വഹിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ നമ്മളുടെ ഇവിടുത്തെ മെമ്പറായിട്ടുള്ള രശ്മി സനൽ അവരുടെയൊക്കെ ഒത്തിരി ആത്മാർപ്പണവും ഒക്കെ നമ്മൾക്ക് ഇവിടെ ഈ കർമ്മങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകം സ്മരിക്കുന്നു. അഷ്ടബന്ധ നവീകരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വേഴവട്ടം കഴിഞ്ഞാൽ അതിൻ്റെ അഷ്ടബന്ധത്തിന് അല്ലെ ഭഗവതിയുടെ ചൈതന്യത്തിന് അനുഗ്രഹ കലകൾ കുറയുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അനുഗ്രഹ കലകൾ കുറയുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താന്ത്രിക ആചാര്യന്മാർ വന്ന് കലശമാടി ആ ദേവിയുടെ അനുഗ്രഹ കലകൾ പരിപോഷിപ്പിക്കുക എന്നൊരു ക്രിയയാണ് ഈ അഷ്ടബന്ധ നവീകരണത്തോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് പങ്കെടുക്കാൻ സാധിച്ച എല്ലാവരും അത്യപൂർവമായി ചെയ്ത ഒരു ഭാഗ്യത്തിൻ്റെ ഫലവും കൂടിയാണ്. അപ്പം അതിനുവേണ്ടി ഒട്ടനവധികൾ സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വളരെ ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ ഒരു പരിപൂർണ ഫലവും കൂടി നമ്മൾക്കിവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ആ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ ക്ഷേത്രത്തിലെ തന്ത്രി എന്ന നിലയിൽ ഞാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകുകയാണ്. ഭഗവതിയുടെ അനുഗ്രഹവും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ നാടിനും നാട്ടുകാർക്കും സർവ്വ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സമാധാനവും ഐക്യതയും പ്രദാനം ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. നമസ്കാരം.
गिरिवरविन्ध्यशिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हेशिति कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते सुरवरवर्षिणि दुर्धरधर्षिणि दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करतोषिणि कल्मषमोषिणि घोषरते तनुजनिरोषिणि दिदिसुतरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते अयि जगदम्ब मदम्ब कदम्ब वनप्रियवासिनि हासरते शिखरि शिरोमणि तुङ्ग हिमालय शृङ्गनिजालय मध्यगते मधुमधुरे मधुकैटभगञ्जिनि कैटभभञ्जिनि रासरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते शतखण्ड विखण्डित रुण्ड विकुण्डित शुण्ड गजाधिपते त्रिभुगज गण्ड विदारण चण्ड पराक्रम शुण्ड मृगाधिपते निज भुज दण्ड निपातित खण्ड विपातित मुण्ड भटाधिपते जय जय हे महिषासुरमर्दिनि